Hi students, it's me Srirag, your physics teacher. Welcome back to my online physics class. In the previous class, we started our second chapter, equations of motion, and we are learned about graph. Okay, so today we are going to study more about graph. So our first topic is position time graph. So ഞാൻ ഇവിടെ ഗ്രാഫ് ഡ്രോ ചെയ്യാൻ പോവാണ്. സോ ആ ഗ്രാഫിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബോഡിയുടെ ഡിസ്റ്റൻസ് അഥവാ പൊസിഷൻ ആണ്. ഓക്കെ, ഒരു ബോഡിക്ക് പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ? സോ ഓരോ ടൈമിലും ആ ബോഡിക്ക് ഉണ്ടാവുന്ന പൊസിഷൻസ് ആണ് ഞാനിവിടെ തരാൻ പോകുന്നത്. ക്ലിയർ? സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് ഡ്രോ ചെയ്യാം. ദിസ് ഈസ് y ആക്സിസ്, y, then y dash, x, x dash. ക്ലിയർ? ഞാനിവിടെ എക്സ് ഡാഷും വൈ ഡാഷും ഒന്നും അധികം നീട്ടി വരയ്ക്കുന്നില്ല, കാരണം ഇവിടെ നെഗറ്റീവ് വാല്യൂസ് നമുക്ക് തരുന്നില്ല. ക്ലിയർ? ഓൺലി പോസിറ്റീവ് വാല്യൂസ് ആർ ദർ. നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ത് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. സോ നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, താഴേക്ക് നീട്ടി വരച്ചാൽ, അഥവാ എക്സ് ഡാഷും വൈ ഡാഷും താഴേക്ക് നീട്ടി വരച്ചാൽ മതി, നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെങ്കിൽ മാത്രം. ക്ലിയർ? സോ നമുക്കിവിടെ ഒറിജിൻ അടയാളപ്പെടുത്താം, ഒറിജിൻ. ക്ലിയർ? സോ ദിസ് ഈസ് ഓർ ഗ്രാഫ്. സോ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടൈമും അതുപോലെ തന്നെ പൊസിഷനും. സോ ടൈം നമ്മൾ ഏത് യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യാം, സെക്കൻഡ് അല്ലെ. ദെൻ പൊസിഷൻ മീൻസ് ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെന്റ്. സോ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, മീറ്റർ. സോ പൊസിഷൻ എന്തിലാണ് തരുന്നത്, മീറ്ററിലാണ് തരുന്നത്. ക്ലിയർ? സോ 0 സെക്കൻഡില് ഒരു ബോഡിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 മീറ്റർ. ക്ലിയർ? സോ 0 0. ദെൻ 1 സെക്കൻഡ് ആയപ്പോ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കും. ക്ലിയർ? 2 സെക്കൻഡ് ആയപ്പോ 2 മീറ്റർ, 3 സെക്കൻഡ് ആയപ്പോ 3 മീറ്റർ. ക്ലിയർ? സോ ഇത് നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, അഥവാ ഗ്രാഫിൽ ഡ്രോ ചെയ്യാൻ പോകും. ക്ലിയർ? ഈ ഇൻഫർമേഷൻ വെച്ചിട്ട്. സോ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ലിങ്ക്സ് എന്ന് പറയുന്നത് ടൈം ആൻഡ് പൊസിഷൻ ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ ടൈമും പൊസിഷനും തമ്മിലുള്ള ലിങ്ക് ആണ് തന്നിട്ടുള്ളത് അല്ലെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒറിജിൻ ആണ് എന്ത്, 0 ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിൽ പോയിന്റ്സ് അടയാളപ്പെടുത്താം. ക്ലിയർ? സോ നമ്മൾ സാധാരണ രീതിയിൽ 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ക്ലിയർ? സോ 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് ഓരോ പോയിന്റ്സ് അടയാളപ്പെടുത്താം. സോ 1 2 3 4 5 6 പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ? സോ എക്സ് ആക്സിസിൽ ഞാൻ എടുക്കാൻ പോകുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടൈം ആണ്. ക്ലിയർ? സോ നോട്ട് ചെയ്തോളൂ, നമ്മൾ ഇനി മുതൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ടൈം ഞാൻ ഏത് ആക്സിസിൽ എടുക്കുക, എക്സ് ആക്സിസിലാണ് എടുക്കുക. ക്ലിയർ? സോ ഒരു ഗ്രാഫ് ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ടൈം എടുക്കേണ്ടത് എക്സ് ആക്സിസിലാണ്. ക്ലിയർ? സോ ടൈമിന്റെ യൂണിറ്റ് എവിടെ കൊടുക്കണം, സെക്കൻഡ്. ഓക്കെ. സോ അടുത്ത ഇൻഫർമേഷൻ എന്താ, പൊസിഷൻ അല്ലെ. സോ പൊസിഷൻ ഏത് ആക്സിസിലായിരിക്കും, വൈ ആക്സിസിൽ. ക്ലിയർ? സോ പൊസിഷൻ യൂണിറ്റ് മീറ്റർ ആണ് അല്ലെ. സോ ബ്രാക്കറ്റിൽ അതിന്റെ യൂണിറ്റും റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? സോ 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ക്ലിയർ? സോ നമുക്ക് തന്നിട്ടുള്ള പൊസിഷൻ എന്തൊക്കെയാണ്, 0 1 2 3 അല്ലെ. സോ ഇവിടെ എത്ര പോയിന്റ്സ് ഉണ്ട് അത് അടയാളപ്പെടുത്താം. 1 2 3 4 5 അല്ലെ. 5 പോയിന്റ്സ് ആണ് ഞാൻ റെപ്രസെന്റ് ചെയ്തത്. സോ നമുക്ക് ഓരോ ടൈമിലും ആ ബോഡിക്ക് ഉണ്ടായ പൊസിഷൻ ചേഞ്ച് നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? സോ 0 സെക്കൻഡില് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഒറിജിനിലായിരിക്കും. ക്ലിയർ? അല്ലെ. 0 സെക്കൻഡിൽ 0 മീറ്റർ അഥവാ പൊസിഷൻ ചേഞ്ച് ഒന്നും സംഭവിച്ചില്ല. ക്ലിയർ? ഇനി 1 സെക്കൻഡ് ആകുമ്പോഴോ പൊസിഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ അല്ലെ. 1 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ 1 മീറ്റർ. സോ 1 സെക്കൻഡ് ഇവിടെയാണ് ടൈം കൊടുത്തിട്ടുള്ളത്. സോ 1 സെക്കൻഡില് പൊസിഷൻ എത്രയാണ്, 1 മീറ്റർ. സോ ഈ 1 സെക്കൻഡിന് ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? അതുപോലെ തന്നെ ഈ പൊസിഷന്റെ ആക്സിസിൽ നിന്നും 1 മീറ്റർ ആക്സിസിൽ നിന്നും എന്ത് ചെയ്യുക, ഒരു ലൈൻ ഇങ്ങോട്ടും
ഡ്രോ ചെയ്യാം. ക്ലിയർ? സോ ഈ രണ്ട് ലൈൻസും ക്രോസ് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത് 1 മീറ്റർ അതിന്റെ പൊസിഷൻ. ക്ലിയർ? സോ 1 സെക്കൻഡിലെ 1 മീറ്റർ. സോ അതിന്റെ ഗ്രാഫിൽ അതിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും? ഇവിടെ ആയിരിക്കും. ക്ലിയർ? അതുപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 സെക്കൻഡ്സിൽ അതിന്റെ പൊസിഷൻ എവിടെ നോക്കാം. സോ 2 സെക്കൻഡ്സിലെ 2 മീറ്റർ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ, ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരയ്ക്കാം. സോ അതുപോലെ തന്നെ പൊസിഷൻ 2 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ അങ്ങോട്ടും വരയ്ക്കാം. സോ ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത് ചെയ്യും? അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഗ്രാഫിൽ അതിന്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. സോ നെക്സ്റ്റ് 3 സെക്കൻഡ് അല്ലേ? സോ 3 സെക്കൻഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 സെക്കൻഡ് നേരെ താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതുപോലെ തന്നെ പൊസിഷൻ 3 മീറ്ററിൽ എന്ത് ചെയ്യാം? ഒരു ലൈൻ അങ്ങോട്ടും വരയ്ക്കാം ഹൊറിസോണ്ടൽ ആയിട്ട്. സോ രണ്ടും കൂടി ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത് 3 സെക്കൻഡിലുള്ള അതിന്റെ പൊസിഷൻ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ? ഈ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാഫിൽ പോയിന്റ്സ് അടയാളപ്പെടുത്തി. സോ ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഈ പോയിന്റുകളെല്ലാം നമുക്ക് കിട്ടിയ പോയിന്റുകളെല്ലാം നമുക്ക് ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നോക്കൂ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇത് കിട്ടിയത് അല്ലെ? സോ വി കൻ സീ ദാറ്റ് വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ? നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് ഈ ഗ്രാഫിൽ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫില് പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ നിങ്ങൾ എല്ലാവരും എന്ത് വാങ്ങണം? ഒരു ഗ്രാഫ് ബുക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പർ വാങ്ങണം. ക്ലിയർ? സോ ഗ്രാഫ് ബുക്ക് വാങ്ങായിരിക്കും നന്നാവുക. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് ബുക്ക് എത്രയും പെട്ടെന്ന് വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഗ്രാഫിലെ കോളങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ? സോ ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കോളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അഥവാ ഒരുപാട് വെർട്ടിക്കൽ കോളംസും ഹൊറിസോണ്ടൽ കോളംസും ഒക്കെ കാണാൻ പറ്റും. ക്ലിയർ? അതിൽ രണ്ട് വലിയ വരകൾ, അതായത് ലാർജ് ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ? സോ ഈ രണ്ട് വലിയ വരകൾക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഒരു തിന്നായിട്ടുള്ള, അഥവാ ഈ രണ്ട് വലിയ വരകളെക്കാളും കുറച്ചുകൂടി തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു ലൈന് ഇതിന്റെ സെന്ററിലൂടെ പോകുന്നുണ്ടായിരിക്കും. ക്ലിയർ? ദെൻ ഈ രണ്ട് വരകൾക്കിടയിലും 10 സ്മോൾ ലൈൻസ് ഉണ്ടായിരിക്കും. ക്ലിയർ? ഇവിടെ ഒരു 5 ലൈൻസും ഇവിടെ ഒരു 5 ലൈൻസും ഉണ്ടായിരിക്കും. ക്ലിയർ? സോ ഇങ്ങനെ ഒരുപാട് ലൈനുകൾ ഉണ്ടായിരിക്കും ഒരു ഗ്രാഫ് പേപ്പറിൽ. സോ രണ്ട് തിക്കായിട്ടുള്ള രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അഥവാ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും. അതിന്റെ സെന്ററിൽ എന്തായിരിക്കും? ഒരു തിക്നെസ് കുറഞ്ഞൊരു ലൈൻ ഉണ്ടായിരിക്കും. ദെൻ ഇതിനേക്കാളും തിക്നെസ് കുറഞ്ഞ ഒരുപാട് ചെറിയ വരകളും ഉണ്ടായിരിക്കും. ക്ലിയർ? അങ്ങനെ 3 ടൈപ്പ് വരകളാണ്, ലൈൻസ് ആണ് നമുക്ക് ഒരു ഗ്രാഫ് പേപ്പറിൽ കാണാൻ പറ്റുക. സോ ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലൈനും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 സെന്റിമീറ്റർ ആയിരിക്കും, അഥവാ ഹാഫ് സെന്റിമീറ്റർ അല്ലെ? 0.5 സെന്റിമീറ്റർ ആയിരിക്കും ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ? സോ രണ്ട് വലിയ വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ. അതുപോലെ തന്നെ അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും ഒരു തിന്നായിട്ടുള്ള, അഥവാ അതിനേക്കാൾ തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു ലൈനും പാസ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? ദെൻ ഇതിന്റെ ഇടയിൽ എന്തായിരിക്കും? ഒരുപാട് തിക്നെസ് കുറഞ്ഞിട്ടുള്ള, അഥവാ വളരെ നേർത്ത വരകൾ പോകുന്നുണ്ടാവും. ക്ലിയർ? സോ ഈ രണ്ട് വരകൾ, അഥവാ ഈ ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ടുള്ള, ഗ്രാഫ് പേപ്പറിലെ ഏറ്റവും തിക്നെസ് കുറഞ്ഞിട്ടുള്ള രണ്ട് വരകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. ക്ലിയർ? 1 മില്ലിമീറ്റർ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് പേപ്പറിലെ ലൈൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? സോ ഇങ്ങനെയാണ് ഗ്രാഫ് പേപ്പറിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പെർപെൻഡിക്കുലറും അതുപോലെ തന്നെ ഇവിടുന്ന് ലൈനും ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം കറക്റ്റ് ആയിട്ട് ഇവിടെ എന്തായിരിക്കും? ലൈനുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതിനെ കറക്റ്റ് ഒപ്പം നടക്കുക എന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റ് അടയാളപ്പെടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ ലൈന് വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഇവർ ഈ ലൈൻ ജോയിൻ ചെയ്യുന്ന സെന്ററിലായിരിക്കും എന്ത് ചെയ്യും? നമ്മുടെ പോയിന്റ് അടയാളപ്പെടുത്തുന്നത്. ക്ലിയർ? സോ എല്ലാവരും എന്ത് ചെയ്യുക? ഗ്രാഫ് ബുക്ക് വാങ്ങുക, ഇത് അടയാളപ്പെടുത്തി നോക്കുക. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നവ, നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ക്ലിയർ? സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ദിസ് ഗ്രാഫ് ഈസ് നോൺ ആസ് പൊസിഷൻ ടൈം ഗ്രാഫ്. നമ്മളൊരു ഗ്രാഫിന്റെ പേര് പറയുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സോ നമ്മളൊരു ഗ്രാഫിന്റെ പേര് പറയുമ്പോൾ എപ്പോഴും ആദ്യം y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ഏതാണോ, അല്ലെങ്കിൽ y ആക്സിസിലുള്ള മെഷർമെന്റ്, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ, y ആക്സിസിലുള്ള ഇൻഫർമേഷൻ ഏതാണോ അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ദെൻ ഒരു ഹൈഫൻ ഇടണം, എഴുതുകയാണെങ്കിൽ ഒരു ഹൈഫൻ ഇടണം. ദെൻ എക്സ് ആക്സിസിലുള്ള മെഷർമെന്റ് അഥവാ എക്സ് ആക്സിസിലുള്ള ഇൻഫർമേഷൻ ആണ് പറയേണ്ടത്. ക്ലിയർ? സോ ഇവിടെ y ആക്സിസിൽ എന്താ ഞാൻ എടുത്തിട്ടുള്ളത്? പൊസിഷൻ. സോ
പൊസിഷൻ. ഓക്കെ, ആദ്യം y ആക്സിസിലുള്ള മെഷർമെന്റ് ആണ് പറയേണ്ടത്, ദെൻ ഒരു ഹൈഫൻ ഇടാം, ദെൻ x ആക്സിസിലുള്ള വാല്യൂ. ഓക്കെ, x ആക്സിസിലുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത് ടൈം ആണ്. സോ ടൈം. സോ പൊസിഷൻ ഹൈഫൻ ടൈം ഗ്രാഫ്. സോ ദിസ് ഗ്രാഫ് ഈസ് നോൺ ആസ് പൊസിഷൻ ടൈം ഗ്രാഫ്. ക്ലിയർ? സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ടൈം എടുക്കേണ്ടത് x ആക്സിസിലും പൊസിഷൻ എടുക്കേണ്ടത് y ആക്സിസിലുമാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ മറ്റൊരു ഇൻഫർമേഷൻ കൂടി തരാം. സോ അത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് ഡ്രോ ചെയ്ത് നോക്കാം. ക്ലിയർ? സോ ഞാൻ ഈ നെഗറ്റീവ് ആക്സിസ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്, കാരണം നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂസ് വരുന്നില്ല. ഓക്കെ, സോ ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. y ഡാഷ് x ഡാഷ്. ഓക്കെ, സോ 0 0 1 second position 2 meter, 2 second position 4 meter, 3 second position 6 meter, 4 second position 8 meter, 5 second position 10 meter, 6 second position 12 meter. Okay, so this is all information. ഇതാണ് ഇൻഫർമേഷൻ. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിൽ ഡ്രോ ചെയ്തെടുക്കാം. ഗ്രാഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? സോ നമുക്കിവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടൈമും പൊസിഷനും തന്നെയാണ്. സോ നമുക്ക് അവിടെ മെഷർമെന്റിൽ ഒന്നും കാര്യമായിട്ട് ചേഞ്ച് വരുത്താനില്ല. എന്തുമാത്രം മാറ്റിയാൽ മതി? ആ വാല്യൂസ് മാത്രം മാറ്റിയാൽ മതി. കാരണം നമുക്ക് നേരത്തെ തന്ന വാല്യൂസ് അല്ല ഇപ്പൊ തന്നിട്ടുള്ളത്, മാറ്റുണ്ട് അല്ലെ? സോ ടൈം ഈക്വൽ ആണ്, ബട്ട് പൊസിഷൻ എന്താണ്? ഡിഫറെന്റ് ആണ്. സോ നമുക്ക് പൊസിഷനിൽ നിന്നും മാറ്റം വരുത്താം. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 0 2 4 6 8 10 12 അല്ലെ? ഇങ്ങനെയാണ്. സോ 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത് അല്ലെ? 2 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. ക്ലിയർ? സോ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂസ് എന്താണ്? 2 മീറ്റർ ഗ്യാപ്പിൽ കൊടുക്കണം. സോ ഫസ്റ്റ് 2, then 4 6 8 10 12. ക്ലിയർ? സോ നമുക്ക് ഗ്രാഫിൽ പോയിന്റ്സ് ഡ്രോ ചെയ്യാം. 0 സെക്കൻഡിലെ 0 മീറ്റർ. സോ ഒറിജിൻ ആയിരിക്കും ഫസ്റ്റ് പോയിന്റ് വരിക. ദെൻ 1 സെക്കൻഡിലെ 2 മീറ്റർ അല്ലെ? 1 സെക്കൻഡിലെ 2 മീറ്റർ. സോ പോയിന്റ് ഇവിടെ വരും. ദെൻ 2 സെക്കൻഡിലെ 4 മീറ്റർ. സോ 2 സെക്കൻഡിലെ 4 മീറ്റർ ഇവിടെ വരും. നമുക്ക് വേണമെങ്കിൽ പെർപെൻഡിക്കുലർ വരയ്ക്കാം. കറക്റ്റ് പോയിന്റ് കിട്ടണമെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ച് ചെയ്യാം. ഓക്കെ, ദെൻ 3 സെക്കൻഡിലെ 6 മീറ്റർ ആണ്. സോ പോയിന്റ് ഇവിടെ വരും. ദെൻ 4 സെക്കൻഡിലെ 8 മീറ്റർ, 5 സെക്കൻഡിൽ 10 മീറ്റർ ആണ്. ദെൻ 6 സെക്കൻഡിൽ 12 മീറ്റർ. ക്ലിയർ? സോ ഈ ലൈനുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത് അല്ലെ? സോ നമുക്ക് കിട്ടിയ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻഫർമേഷൻസ് തന്നാൽ നമ്മൾ ഒരു ഗ്രാഫില് ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് ഡ്രോ ചെയ്യാം. ക്ലിയർ? സോ ഗ്രാഫിൽ പോയിന്റ്സ് ഡ്രോ ചെയ്യേണ്ട, പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഗ്രാഫ് ബുക്ക് വാങ്ങിയിട്ട് വരച്ചു നോക്കണം. ക്ലിയർ? സോ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാൻ വളരെ ഈസിയാണ്, കാരണം ഗ്രാഫ് പേപ്പറിൽ കറക്റ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓരോ പോയിന്റിനും നേരെ മുകളിലോട്ട് പോയാൽ കറക്റ്റ് ആ പോയിന്റ് കിട്ടും. ക്ലിയർ? ഗ്രാഫ് പേപ്പറിൽ, കാരണം ഈ രണ്ട് വരകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും. സോ എല്ലായിടത്തും ഈക്വൽ ആയിട്ടാണ് വരകൾ കിടക്കുന്നത്. ക്ലിയർ? സോ ഇങ്ങനെ പെർപെൻഡിക്കുലർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല ഗ്രാഫ് പേപ്പറിൽ. ഓക്കെ, അപ്പൊ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ വരയ്ക്കാം. സ്കെയിൽ എടുത്തിട്ട് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എല്ലാ പോയിന്റ്സും അടയാളപ്പെടുത്താൻ. ഓക്കെ, സോ നമ്മൾ ഏതൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലും 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ക്ലിയർ? സോ വി ക്യാൻ എൻറ്റർ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഗ്രാഫാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ഒരു ഗ്രാഫ് ഓൾറെഡി ഡ്രോ ചെയ്ത ഒരു ഗ്രാഫ് തരുന്നുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കണം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ബോഡിക്ക് ഉണ്ടായ പൊസിഷൻ ചേഞ്ച്. ഓക്കെ, അതിന്റെ പൊസിഷൻ എത്രയാണ് അതാണ് കണ്ടുപിടിക്കാൻ ഞാൻ തരുന്നത്. സോ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗ്രാഫ്. ഓക്കെ, സോ ഒന്ന് നോക്കൂ, പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണോ എന്ന് നോക്കൂ. സോ എക്സ് ആക്സിൽ ടൈം ആണ്, വൈ ആക്സിൽ പൊസിഷൻ ആണ്. സോ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഉള്ളത്. ക്ലിയർ? സോ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ?
സോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ ടൈമിനും പൊസിഷനും ചേഞ്ച് ഉണ്ട്. നേരത്തെ തന്ന വാല്യൂസ് അല്ല ഉള്ളത്. സോ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? 2 സെക്കൻഡ് ആണ് അല്ലെ. 2 സെക്കൻഡ് ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. ക്ലിയർ? സോ അതുപോലെ y ആക്സിസിൽ നോക്കുകയാണെങ്കിലോ പൊസിഷനോ, പൊസിഷൻ 10 മീറ്റർ ആണ്. സോ നേരത്തെ നമ്മൾ ആദ്യം ഫസ്റ്റ് ഗ്രാഫിൽ 1 മീറ്റർ ആയിരുന്നു, 1 മീറ്റർ ഇൻക്രീസ് ചെയ്ത് പോയിന്ന്. സെക്കൻഡ് ഗ്രാഫ് ആയപ്പോ 2 മീറ്റർ ഇൻക്രീസ് ചെയ്ത് പോയി. സോ ഇവിടെ വരുന്ന നോക്കൂ 10, 20. ക്ലിയർ? സോ നമുക്ക് സ്കെയിൽ എത്ര വേണമെങ്കിലും ഇൻക്രീസ് ആക്കാം, ഡിക്രീസ് ആക്കാം. സോ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര സെന്റിമീറ്റർ ആയാലും മതി, 1 സെന്റിമീറ്റർ ആയാൽ മതി. ആ പോയിന്റുകളുടെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 10 മീറ്റർ, 20 മീറ്റർ, 30, 40, 50 അല്ലെ. സോ 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ ഓരോ 2 സെക്കൻഡ് കഴിയുമ്പോഴും എന്ത് മൂവ് ചെയ്യുന്നുണ്ട്? 10 മീറ്റർ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആ ബോഡിയുടെ പൊസിഷൻ 10 മീറ്റർ ചേഞ്ച് ചെയ്യുന്നത് ഓരോ 2 സെക്കൻഡിലും. അതാണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഇൻ 8 സെക്കൻഡ്സ്. സോ ഇതൊരു കാറിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെയാണ് എന്ത് 10 മീറ്റർ ഡിഫറൻസ് വരുന്നത്. കാരണം ഒരു കാർ എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിൽ മൂവ് ചെയ്യല്ലോ. സോ ഓരോ 2 സെക്കൻഡ്സിലും ഈ കാർ എത്ര മീറ്റർ മൂവ് ചെയ്യുന്നത്? 10 മീറ്റർ ഇൻക്രീസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? സോ നമ്മുടെ ക്വസ്റ്റ്യൻ 8 സെക്കൻഡ്സിലെ കാറിന്റെ പൊസിഷൻ, കാർ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു. ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇവിടെ നിന്ന് എല്ലാത്തിന്റെയും വാല്യൂസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കാം. സോ 0 സെക്കൻഡ്സിൽ അതിന്റെ പൊസിഷൻ നോക്കൂ. കാറിന്റെ പൊസിഷൻ 0 സെക്കൻഡിൽ എന്താണ്? ഒറിജിൻ തന്നെയാണ്, അഥവാ 0 മീറ്റർ. ക്ലിയർ? ദെൻ 2 സെക്കൻഡ്സ് ആവുമ്പോഴോ ഒന്ന് നോക്കാം, ഒരു പെർപെൻഡിക്കുലർ വരച്ചു നോക്കാം. ക്ലിയർ? സോ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഏത് പോയിന്റിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത്? 10. സോ 2 സെക്കൻഡ്സിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ 4 സെക്കൻഡ്സ്, 4 സെക്കൻഡ്സിൽ ഏത് പോയിന്റിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത്? 20. സോ 4 സെക്കൻഡ് ആവുമ്പോൾ 20 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ 6 സെക്കൻഡ്സ്, 6 സെക്കൻഡ് ആവുമ്പോൾ ഏതാ പോയിന്റ്? 30. സോ 6 സെക്കൻഡ്സ് ആവുമ്പോൾ എത്ര മീറ്റർ ട്രാവൽ ചെയ്തു? 30 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ 8 സെക്കൻഡ്സ്, സോ 8 സെക്കൻഡ്സ് ആവുമ്പോൾ ഏതാ പോയിന്റ്? 40 മീറ്റർ അല്ലെ. സോ 8 സെക്കൻഡ്സിലെ ആ കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. സോ അവർ ആൻസർ ഈസ് 40 മീറ്റർ. ക്ലിയർ? സോ ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ഒരു ബോഡി അല്ലെങ്കിൽ ഏതാണോ ഗ്രാഫിലുള്ള ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കൽ ഇങ്ങനെയാണ്. ക്ലിയർ? സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പെർപെൻഡിക്കുലർ നേരെ അങ്ങോട്ട് വരച്ചാൽ മതി. ക്ലിയർ? സോ പെർപെൻഡിക്കുലർ വരയ്ക്കണമെന്നില്ല, ജസ്റ്റ് ആ ലൈനിലൂടെ നേരെ ഒന്ന് കൈ വെച്ച് മുകളിലോട്ട് പോയാൽ മതി. ഏത് പോയിന്റാണ് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ? സോ ആ പോയിന്റ് ഈ y ആക്സിസിലെ ഏത് വാല്യൂമായിട്ടാണ് ഈ പോയിന്റ് ടച്ച് ചെയ്ത് നോക്കിയാൽ ആ y ആക്സിസിലെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും വരാം. അതായത് 40 മീറ്റർ ട്രാവൽ ചെയ്യാൻ ആ കാർ എടുത്ത ടൈം എത്രയെന്ന് ചോദിക്കും. സോ നമ്മൾ എന്ത് ചെയ്യാം? y ആക്സിസിൽ നമ്മൾ തന്നിട്ടുള്ള വാല്യൂ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂ y ആക്സിസിലെ പൊസിഷൻ ആണ്. സോ പൊസിഷനിൽ 40 മീറ്റർ നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു ഹൊറിസോണ്ടൽ ലൈൻ നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. ഈ പോയിന്റിലേക്ക് 40 മീറ്ററിന്റെ പോയിന്റിലേക്ക് വരയ്ക്കാം. സോ ആ പോയിന്റ് താഴത്തെ മെഷർമെന്റിൽ ഏത് പോയിന്റിലാണ് വന്ന് ടച്ച് ചെയ്യുന്നത് നോക്കാം. ഏത് പോയിന്റിലാ? 8. സോ 40 മീറ്റർ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 8 സെക്കൻഡ്സ്. ക്ലിയർ? സോ ഇങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഒരു ഇൻഫർമേഷൻ കണ്ടുപിടിക്കാം. സോ ഇൻഫർമേഷൻ തന്നിട്ട് നമുക്ക് ഗ്രാഫ് ഡ്രോ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ഇൻഫർമേഷനെ ഫൈൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വി ക്യാൻ എൻ്റർ ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. സോ ഈ ഗ്രാഫ് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ സ്കെയിൽ ഒന്ന് മാറ്റിയിട്ട് എങ്ങനെ ചെയ്യാം ഒന്ന് നോക്കാം നമുക്ക്. അതായത് ഇതേ ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും, പക്ഷേ ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേ ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഗ്രാഫ് മറ്റൊരു രീതിയിലും വരയ്ക്കാം. ദാറ്റ് ഈസ് ഈ ഗ്രാഫിലെ വാല്യൂസ്, അതായത് ടൈമിന്റെയും പൊസിഷന്റെയും നമ്മൾ എടുത്തിരിക്കുന്ന സ്കെയിൽ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, സോ ഗ്രാഫിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ ഈ ഗ്രാഫ് ഒന്ന് മാറ്റി വരയ്ക്കാൻ പോണേ. ഇതേ ഇൻഫർമേഷൻസ് ടൈമിന്റെയും പൊസിഷന്റെയും സെയിം വാല്യൂസ് വെച്ചിട്ട് ഗ്രാഫ് ഞാൻ മാറ്റി വരയ്ക്കാൻ പോകണം. ദാറ്റ് ഈസ് ഗ്രാഫിലുള്ള വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം. സോ ഗ്രാഫിൽ എടുത്തിരിക്കുന്ന സ്കെയിൽ വാല്യൂസ് ചേഞ്ച് ചെയ്താൽ ഗ്രാഫിന്റെ ഷേപ്പിന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, സോ ഞാനിവിടെ ഗ്രാഫ് മാറ്റി വരയ്ക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. സോ ഞാനിവിടെ ഈ ഗ്രാഫിലെ വാല്യൂസ് ചേഞ്ച് ചെയ്തു, അഥവാ സ്കെയിലിൽ എടുത്ത വാല്യൂസ് ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് നേരത്തെ
2 seconds ആയിരുന്നു ഇവിടെ ഇന്റർവെൽ വന്നിരുന്നത് അല്ലെ. രണ്ട് വലിയ വരകൾ തമ്മിലുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് 2 seconds ആയിരുന്നു. സോ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 1 second ആണ്. ദാറ്റ് ഈസ് 1 2 3 4 5 6 എക്സെട്ര. ക്ലിയർ? അങ്ങനെ 10 സെക്കൻഡ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ രണ്ട് വലിയ വരകൾ തമ്മിലുള്ള ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 1 സെക്കൻഡും അതുപോലെ തന്നെ പൊസിഷനിൽ എടുത്തിരിക്കുന്ന രണ്ട് വലിയ വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സോ നേരത്തെ എന്തായിരുന്നു 10 മീറ്റർ ആയിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ക്ലിയർ? 10 മീറ്ററിൽ നിന്ന് ഞാൻ 5 മീറ്റർ ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഓക്കെ. സോ ഡിക്രീസ് ചെയ്തത് എങ്ങനെ വരുന്നത് ഇന്റർവെല് 5 10 50 20 25 30 35 40 45 50. സോ ഞാൻ ഇവിടെ പൊസിഷൻ ഇന്റർവെല് 5 മീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് രണ്ട് വലിയ വരകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ക്ലിയർ? സോ ഇനി ഈ ഇൻഫർമേഷൻ, അതായത് നേരത്തെ സെയിം ഇൻഫർമേഷൻ ഈ ഗ്രാഫിൽ എങ്ങനെയാണ് ഡ്രോ ചെയ്യാന്ന് നോക്കാം. സോ ഗ്രാഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ, അതായത് നേരത്തെ നമ്മൾ വരച്ച ഗ്രാഫിനേക്കാളും എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ. സോ 0 സെക്കൻഡില് 0, ദാറ്റ് ഈസ് ഒറിജിൻ തന്നെ. ഫസ്റ്റ് പോയിന്റ് ഒറിജിൻ. സെക്കൻഡ് പോയിന്റ് വരുന്നത് 2 സെക്കൻഡില് 10 മീറ്റർ. സോ 2 സെക്കൻഡ് എടുക്കാം നമുക്ക്. 2 സെക്കൻഡില് 10 മീറ്റർ. ഓക്കെ. നെക്സ്റ്റ് വൺ 4 സെക്കൻഡില് 20 മീറ്റർ. സോ 3 ഇല്ല 4 ആണ് എടുക്കേണ്ടത്. സോ 4 സെക്കൻഡില് 20. സോ ഇവിടെ വരില്ല പോയിന്റ്. ദെൻ 6 സെക്കൻഡില് 30 മീറ്റർ. സോ നെക്സ്റ്റ് 5 ഇല്ല 6 ആണ് എടുക്കേണ്ടത്. സോ 6ല് 30. സോ ഇവിടെ 25 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, 30 ജസ്റ്റ് 30 എടുക്കാം. ദെൻ 8 സെക്കൻഡില് 40. 8 സെക്കൻഡില് 40. ഓക്കെ. Then 10 സെക്കൻഡില് 50. ഓക്കെ. സോ ഇതാണ് നമുക്ക് കിട്ടിയ പോയിന്റ്സ്. സോ ഈ പോയിന്റ്സ് നമുക്ക് ജോയിൻ ചെയ്യാം. സോ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടും നോക്കാം. സോ ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടുന്നത് അല്ലെ. നേരത്തെ അതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ സ്ട്രെയിറ്റ് ലൈനിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതായത് സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫിന്റെ ലെങ്ത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നേരത്തെ ഗ്രാഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ഗ്രാഫിനേക്കാളും ഇതിന്റെ ഈ ഗ്രാഫിന്റെ ലെങ്ത് കൂടുതലാണ്. ദാറ്റ് ഈസ് ഗ്രാഫ് ഇൻക്രീസ് ചെയ്തു അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ഇൻക്രീസ് ചെയ്തു അല്ലെ, ഗ്രാഫിന്റെ ഷേപ്പ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ. സോ ഇതിലുള്ള വാല്യൂസിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ, അതായത് 0 സെക്കൻഡിൽ 0, 2 സെക്കൻഡിൽ 10, 4 സെക്കൻഡിൽ 20, 6 സെക്കൻഡിൽ 30, 8 സെക്കൻഡിൽ 40, 10 സെക്കൻഡിൽ 50. ഒരു മാറ്റൂല അല്ലെ, വാല്യൂസിനൊന്നും ഒരു മാറ്റൂല. പക്ഷെ എന്ത് സംഭവിച്ചു, ഗ്രാഫിന്റെ ലെങ്ത് ഒന്ന് കൂടി, അത്രയേ ഉള്ളൂ. സോ നമ്മള് ഗ്രാഫിലെ സ്കെയിൽ ഇന്റർവെല്ലിൽ എടുക്കുന്ന വാല്യൂസിൽ എത്ര ചേഞ്ച് സംഭവിച്ചാലും നമ്മുടെ ഗ്രാഫിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഓക്കെ. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഗ്രാഫിൽ എടുക്കുന്ന പോയിന്റുകൾ തമ്മിലുള്ള ഇന്റർവെൽസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ. ഇവിടെ ഞാൻ 5 മീറ്റർ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് മൊത്തം എന്തായിരിക്കണം, 5 മീറ്റർ ഗ്യാപ്പിലാണ് പോകേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ 1 സെക്കൻഡ് ടൈം ഇന്റർവെൽ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് 1 സെക്കൻഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ? സോ ഗ്രാഫിലെ ഇന്റർവെല്ലിന് നമ്മൾ ചേഞ്ച് സംഭവിപ്പിച്ചാൽ ഗ്രാഫിന്റെ ഷേപ്പിന് ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. ഗ്രാഫ് ഒന്നുകിൽ ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും. സോ എപ്പോഴാണ് ഇൻക്രീസ് ആവുക, ഗ്രാഫിലുള്ള ഇന്റർവെല്ല് റെഡ്യൂസ് ചെയ്താൽ അല്ലെ. നേരത്തെ ഇവിടെ ടൈം 2 സെക്കൻഡ് ആയിരുന്നു, അതുപോലെ തന്നെ പൊസിഷൻ 10 മീറ്റർ ആയിരുന്നു, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെ. 10 മീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ഞാൻ ഇവിടെ ഇന്റർവെൽ എടുത്തിരുന്നത് അല്ലെ. സോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് റെഡ്യൂസ് ചെയ്തു. 2 സെക്കൻഡ് എന്നുള്ളത് 1 സെക്കൻഡ് ആയി റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ 10 മീറ്റർ എന്നുള്ളത് 5 മീറ്റർ ആയി റെപ്രസെന്റ് ചെയ്തു. സോ ഇവിടെ ഗ്രാഫിലെ ഇന്റർവെല്ല് റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ അഥവാ നമുക്ക് കിട്ടിയ ഗ്രാഫിന്റെ ലെങ്ത് കൂടി, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ക്ലിയർ? സോ ഇന്റർവെൽസ് ചേഞ്ച് ചെയ്താൽ അഥവാ ഇന്റർവെൽസ് റെഡ്യൂസ് ചെയ്താൽ, ഇന്റർവെൽസ് ഡിക്രീസ് ചെയ്താൽ ഗ്രാഫിന്റെ ലെങ്ത് കൂടും, ഇന്റർവെൽസ് ഇൻക്രീസ് ചെയ്താൽ ഗ്രാഫിന്റെ ലെങ്ത് കുറയും. ഓക്കെ. സോ അതാണ് നമുക്ക് ഇതിന് മനസ്സിലായത്. ഓക്കെ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് we use scales while drawing a graph to contain the given measurements on a graph paper. The size of the graph decreases as we increase the scale considered, but the value does not change. So നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാൻ സ്കെയിൽ യൂസ് ചെയ്യണം. സ്കെയിൽ മീൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ അല്ല, അതായത് ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോക്കൂ,
ഇവിടെ 1 സെക്കൻഡ് ആണ് ഇന്റർവെൽ വരുന്നത്, ഇവിടെയോ 5 മീറ്റർ. അതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അങ്ങനെ എടുക്കുന്ന സ്കെയിൽ ഇൻക്രീസ് ചെയ്താൽ ഗ്രാഫിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്കെയില് ഡിക്രീസ് ചെയ്താൽ ഗ്രാഫിന്റെ ഷേപ്പ് അഥവാ ഗ്രാഫിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അതാണ് പറയുന്നത്. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി വാല്യൂ, അതായത് ഗ്രാഫിലുള്ള വാല്യൂസിന് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഒന്നുകിൽ ഗ്രാഫിന്റെ ലെങ്ത് കൂടും അല്ലെങ്കിൽ ഗ്രാഫിന്റെ ലെങ്ത് കുറയും, അത്രേ സംഭവിക്കുള്ളൂ. അതിലുള്ള വാല്യൂസിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, സോ സ്കെയില് എന്തായിരിക്കണം, എല്ലായിടത്തും ഈക്വൽ ആയിരിക്കണം. അതായത് 1 സെക്കൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് 1 സെക്കൻഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് പിന്നെ 6 8 അങ്ങനെ പറ്റില്ല. 1 സെക്കൻഡ് എടുത്താൽ മൊത്തത്തിലുള്ള ടൈം ഇന്റർവെൽ എന്തായിരിക്കണം, 1 സെക്കൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ 5 മീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 5 10 50 കംപ്ലീറ്റ് 5 മീറ്റർ ആയിരിക്കണം. അല്ലാതെ 5 10 50 then 20 30 40 45 അങ്ങനെ പറ്റില്ല. ഡിസോർഡർ ആവാൻ പാടില്ല. കറക്റ്റ് ഒരു ഇന്റർവെൽ തന്നെ അത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, സോ എല്ലാ വാല്യൂസിന്റെയും ഇന്റർവെൽ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം അഥവാ സെയിം ആയിരിക്കണം. ഓക്കെ, 5 മീറ്റർ എടുത്താൽ കംപ്ലീറ്റ് 5 മീറ്റർ ആയിരിക്കണം അതിന്റെ ഇന്റർവെൽ. അതിന് 1 സെക്കൻഡ് എടുത്താൽ കംപ്ലീറ്റ് 1 സെക്കൻഡ് ആയിരിക്കണം. ഓക്കെ, സോ വി ക്യാൻ enter to the next problem. The motion of a car is shown below using a diagram. Okay, ഒരു കാറിന്റെ മോഷൻ ഒരു ഡയഗ്രത്തിൽ ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഫിഗർ. ആ ഫിഗർ വെച്ചിട്ട് താഴെയുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ടേബിൾ വരുന്നത് അതിന്റെ ഇൻഫർമേഷൻ, അതായത് ടൈം ആൻഡ് പൊസിഷൻ ആണ്. സോ ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കിയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കംപ്ലീറ്റ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദി മൂവിംഗ് കാർ ഓൺ ദി ബേസിസ് ഓഫ് ദി ടേബിൾ. അതായത് ഈ ടേബിൾ നോക്കിയിട്ട് ഗ്രാഫ് വരയ്ക്കണം, അതായത് ഈ കാറിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഡ്രോ ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്രോബ്ലം. സോ ആദ്യം നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു, എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ എൻഡ് ചെയ്തു. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ എ, ഫൈനൽ പൊസിഷൻ എഫ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 സെക്കൻഡ്, ടൈം 0 ആകുമ്പോൾ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 മീറ്റർ ആണ്. ക്ലിയർ? ദെൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കാർ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങി. സോ 2 സെക്കൻഡ്സ് ആയപ്പോൾ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, 5 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് കാർ. ദെൻ 4 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ ആയി. ഓക്കെ, സോ ഇതെന്താണ്, ഇതൊരു അൺഈക്വൽ ട്രാവൽ ആണ്, അതായത് യൂണിഫോം മോഷൻ അല്ല. കറക്റ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഇന്റർവെല് ടൈമിലല്ല ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും സ്പീഡ് അൺഈക്വൽ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. സോ ദെൻ ഡി എന്ന പോയിന്റിൽ 6 സെക്കൻഡ് ആയപ്പോ 20 മീറ്റർ 26 മീറ്റർ ആക്കി ഇൻക്രീസ് ചെയ്തു. ദെൻ 8 സെക്കൻഡ് ആയപ്പോ 44 മീറ്റർ ആയി. സോ ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്പീഡ് കൂടി. ദെൻ എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ എൻഡ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് ടൈമിംഗ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പറയുന്നത് 50 മീറ്റർ. സോ ഇവിടെ മോഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം മോഷൻ ആണ്. നോൺ യൂണിഫോം മോഷൻ മീൻസ് ഓരോ ടൈം ഇന്റർവെല്ലിലും അത് അൺഈക്വൽ പാത്താണ് ട്രാവൽ ചെയ്യുന്നത്, അഥവാ അൺഈക്വൽ പാത്താണ് അത് കവർ ചെയ്യുന്നത്. ക്ലിയർ? സോ ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണ്. സോ ഈ കാറിന്റെ മോഷൻ എന്ന് പറയുന്നത് നോൺ യൂണിഫോം മോഷൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ പൊസിഷൻ ടൈം നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിലാണ് നമ്മൾ ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് 0 2 4 6 8 10 ഞാൻ എടുക്കുന്ന വാല്യൂസ് ഇതാണ്. ഓക്കെ, സോ ഈ ടൈമില് ഈ കാറിന് ഉണ്ടായിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 0 സെക്കൻഡില് 0 മീറ്റർ, 2 സെക്കൻഡില് 5 മീറ്റർ, 4 സെക്കൻഡില് 20 മീറ്റർ, 6 സെക്കൻഡില് 26, 8 സെക്കൻഡില് 44, 10 സെക്കൻഡില് 50 അല്ലെ. സോ ഇതാണ് ഇൻഫർമേഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി അല്ലെ, ടേബിൾ കംപ്ലീറ്റ് ആയി. സോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദി മൂവിംഗ് കാർ ഓൺ ദി ബേസിസ് ഓഫ് ദി ടേബിൾ. ഈ ടേബിൾ വെച്ചിട്ട് ഇതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. സോ ഇതിന്റെ വാല്യൂസ് നോക്കൂ, ഗ്രാഫിലുള്ള വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലെ. സോ ടൈം അങ്ങനെ തന്നെ കിടന്നോട്ടെ അല്ലെ, ടൈം 1 സെക്കൻഡ് 2 സെക്കൻഡ് അങ്ങനെ പോയിക്കോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാം, പൊസിഷൻ ടൈം ഇന്റർവെൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ ഞാനിവിടെ പൊസിഷൻ ഇന്റർവെൽ എടുത്തിട്ടുള്ളത് 10 മീറ്റർ ഗ്യാപ്പ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 0 മീറ്റർ കഴിഞ്ഞാൽ 10 മീറ്റർ, ദെൻ 20 മീറ്റർ, ദെൻ എന്താണ് റെഗുലർ ആയിട്ട് 10 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 10 20 30 40 50. സോ നമുക്ക് ഇതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്ന്
ഡ്രോ ചെയ്യാം. ഓക്കെ, സോ 1 സെക്കൻഡിൽ ഉണ്ടോ നോക്കാം. 1 സെക്കൻഡിൽ ഉണ്ടോ? ഇല്ല. 0 സെക്കൻഡ് കഴിഞ്ഞ 2 സെക്കൻഡ് ആണ് അല്ലെ. സോ 2 സെക്കൻഡിൽ അതിന്റെ പൊസിഷൻ എവിടെയാണ്? 5 മീറ്റർ. സോ 5 ഇതിലുണ്ടോ? 5 ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? സോ നമ്മൾ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ സെന്ററിലൂടെ തിക്നെസ്, അതായത് ഞാൻ പറഞ്ഞു 2 വലിയ തിക്നെസ് ഉള്ള 2 ലൈൻസ് ഉണ്ടായിരിക്കും. അതിന്റെ സെന്ററിലൂടെ അതിനേക്കാളും തിക്നെസ് കുറഞ്ഞൊരു ലൈൻ പാസ് ചെയ്യുന്നുണ്ടാവും. സോ അതായിരിക്കും എന്ത് അതിന്റെ സെന്റർ. സോ അതെന്തായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഈ 2 തിക്നെസ് കൂടിയ വരകൾക്കിടയിൽ എന്തുണ്ടായിരിക്കും? 10 ലൈനുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ 10 ലൈനുകൾ ഉണ്ടായിരിക്കുമെങ്കിൽ അതിലെ ഒരു ലൈന് ഞാൻ പറഞ്ഞ വളരെ നേർത്ത തിക്നെസ് കുറഞ്ഞ ലൈനുകളായിരിക്കും. സോ അതിലെ ഒരു ലൈന് എന്തായിരിക്കും? 1 മീറ്റർ. സോ 0 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ 10 മീറ്റർ. സോ 0 കഴിഞ്ഞാൽ 1 2 3 4 5. പിന്നെ 5 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു തിക്നെസ് കുറഞ്ഞ, അതായത് ഈ 2 ലൈനിനേക്കാളും തിക്നെസ് കുറഞ്ഞ ഒരു സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടായിരിക്കും. അതെന്തായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. സോ അത് നമുക്ക് 5 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 5 മീറ്റർ. ദെൻ വീണ്ടും ഏറ്റവും തിക്നെസ് കുറഞ്ഞ ലൈൻസ്, ചെറിയ ലൈൻസ് 6 7 8 9 10. 10 എന്ന് പറയുന്നത് തിക്നെസ് കൂടിയ ലൈൻ ആയിരിക്കും. സോ എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കും. സോ ഈ തിക്നെസ് കൂടിയ ലൈനുകൾക്കിടയിൽ 10 ലൈൻസ് ഉണ്ടായിരിക്കും. സോ അതിന്റെ സെന്ററിലുള്ള ലൈൻ ആണ് എന്ത്? അതിന്റെ സെന്റർ ലൈൻ. സോ 0 മീറ്ററിന്റെയും 10 മീറ്ററിന്റെയും ഇടയിലുള്ള ഓരോ ലൈനും എന്താണ്? 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ 10 മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും സ്മോൾ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യും. സോ അതെന്താണ്? 11 12 13 14 15. ദാറ്റ് ഈസ് സെൻട്രൽ ലൈൻ. ഓക്കെ, കുറച്ച് തിക്നെസ് കൂടുതലായിരുന്നു. ദെൻ വീണ്ടും 16 17 18 19 ദെൻ 20 തിക്നെസ് കൂടിയ ലൈൻ. Then 21, 22, 23, 24, 25 central line. Then 26, 27, 28, 29, 30 thickness കൂടിയ ലൈൻ. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. സോ ഗ്രാഫ് പേപ്പർ വാങ്ങിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ എല്ലാവരും ഗ്രാഫ് ബുക്ക് വാങ്ങുക, ഗ്രാഫ് പേപ്പറിൽ ഇത് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് 2 സെക്കൻഡ്സിൽ 5 മീറ്ററിന് നേരെ ഒരു ഡോട്ട് അടയാളപ്പെടുത്താം. ഓക്കെ, ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. സോ ഫസ്റ്റ് പോയിന്റ് 0 0, ദെൻ 2 5, ദെൻ വരുന്നത് എന്താണ്? 4 20 അല്ലെ. സോ 4 സെക്കൻഡില് 20. സോ ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. ദെൻ 6 സെക്കൻഡില് 26. സോ 6 സെക്കൻഡില് 26. സോ 6ന്റെ അവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. നോട്ട്ബുക്കിലാണെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ സ്കെയിൽ വെച്ചിട്ട് നല്ലൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ദെൻ 26ലേക്ക് പോവാം. 20 കഴിഞ്ഞാൽ പിന്നെ 25 ഉണ്ട് അല്ലെ. സോ 25 കഴിഞ്ഞുള്ള ഏറ്റവും ചെറിയ വര അതായിരിക്കും 26. സോ ആ ലൈനിൽ നിന്ന് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. സോ ഇതെന്തായിരിക്കും? 26 ആയിരിക്കും. ഓക്കെ, ദെൻ 8 സെക്കൻഡ്. 8 സെക്കൻഡിൽ 44. 8 സെക്കൻഡിൽ 44. സോ 8 സെക്കൻഡിൽ എന്തായിരിക്കാം? ഒരു ലൈൻ വരയ്ക്കാം. പെർപെൻഡിക്കുലർ, കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കാം. ദെൻ 44. 40 കഴിഞ്ഞാൽ 41 42 43 44 ദെൻ സെൻട്രൽ ലൈൻ. സോ ഈ 44നെ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് ഒരു 45 എത്തണ്ട, 45 മുന്നേ ഉള്ള തിക്നെസ് കുറഞ്ഞ ആ ചെറിയ ലൈനിന് എന്ത് ചെയ്യാം? ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. സോ ഇത് ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത്? ആ പോയിന്റ്. ഓക്കെ, 8 സെക്കൻഡില് 44. ദെൻ 10 സെക്കൻഡില് 50. 10 സെക്കൻഡില് 50. സോ 50 നേരെ ലൈൻ വരയ്ക്കാം. 10 സെക്കൻഡ് വരയ്ക്കാം. ഓക്കെ, സോ എന്തായി? നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആയി. സോ നമ്മുടെ ഗ്രാഫ് കംപ്ലീറ്റ് ആയി. സോ ഈ ഡോട്ടഡ് ലൈൻ എന്ത് ചെയ്യാം? നമുക്ക് ജോയിൻ ചെയ്യാം. സോ നമുക്കൊരു സ്ട്രൈറ്റ് ലൈന് കിട്ടണമെന്നില്ല. ഓക്കെ, കാരണം എന്താണ്? ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണ് അല്ലെ. സോ ഇത് സ്ട്രേറ്റ് ലൈൻ ആണോ? അല്ല. വൈ? എന്തുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈൻ അല്ലാത്തത്? സോ നമുക്ക് കിട്ടിയ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ അല്ല. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ യൂണിഫോം മോഷൻ. ഇതൊരു യൂണിഫോം മോഷൻ അല്ല, ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണ്. ദാറ്റ് ഈസ് ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ല അത് കവർ ചെയ്യുന്നത്, അത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അൺഈക്വൽ ആയിട്ടാണ്. അതിന് സ്പീഡ് കൂടുന്നുണ്ട്, സ്പീഡ് കുറയുന്നുണ്ട്. ഓക്കെ, സോ യൂണിഫോം മോഷനിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുള്ളൂ. നോൺ യൂണിഫോം മോഷനിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടില്ല. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഗ്രാഫ് നിങ്ങൾ ഡ്രോ ചെയ്യാം. സോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുക. സോ ഈ ഗ്രാഫ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഗ്രാഫ് ബുക്ക് വാങ്ങിയിട്ട് ഡ്രോ ചെയ്യുക. ഇനി ഗ്രാഫ് ബുക്ക് വാങ്ങാൻ ബുദ്ധിമുട്ട്, പുറത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ ഡ്രോ ചെയ്യുക. കാരണം നിങ്ങളുടെ കയ്യിൽ സ്കെയിലുണ്ട്, പെൻസിലുണ്ട്. സോ 1 മീറ്റർ അടയാളപ്പെടുത്തുക, ഇത് റെപ്രസെന്റ് ചെയ്യുക. അതുപോലെ തന്നെ
മുകളിലോട്ട് y ആക്സിസ് വരയ്ക്കുക. അതുപോലെ തന്നെ ഓരോ സെന്റിമീറ്റർ എന്ത് ചെയ്യുക 10 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അതിനിടയിൽ എന്തായിരിക്കും നിങ്ങളുടെ സ്കെയിലിൽ എന്തുണ്ട് മില്ലിമീറ്റർ ഉണ്ടല്ലോ. സോ ഓരോ മില്ലിമീറ്റർ എന്തായിരിക്കും 1 മീറ്റർ ആയിരിക്കും. സോ അതൊക്കെ ഒന്ന് വരച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രാഫ് ബുക്ക് ഇല്ലാത്തവര് നോട്ട് ബുക്കിൽ ഇങ്ങനെ ഞാൻ വരച്ച പോലെ മില്ലിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക ഗ്രാഫ് വരയ്ക്കാം. സോ ഈ ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ആയി തരാൻ പോകുന്നത്. ദിസ് ഈസ് യുവർ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. യൂസിംഗ് ദ ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഇൻ 3 സെക്കൻഡ്. അതായത് 3 സെക്കൻഡ് ആയിരിക്കുമ്പോൾ ഈ കാറിന്റെ ഡിസ്പ്ലേസ്മെന്റ് അഥവാ ഈ കാറിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ 3 സെക്കൻഡിന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ ഗ്രാഫിലേക്ക് വരയ്ക്കുക. ഞാൻ വരയ്ക്കുന്നില്ല, ഈ ഗ്രാഫിന്റെ മുകളിലേക്ക് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ ആ പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ പൊസിഷൻ. സോ ഇവിടെ ആയിരിക്കും വരിക. സോ കറക്റ്റ് പോയിന്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഡ്രോ ചെയ്തിട്ട് ആൻസർ അയച്ചു തരാം. ഓക്കെ. സോ ഒരു പെർപെൻഡിക്കുലർ 3 സെക്കൻഡിന് ഒരു പെർപെൻഡിക്കുലർ മുകളിലോട്ട് വരയ്ക്കുക. സോ ഈ പെർപെൻഡിക്കുലർ ഈ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഇങ്ങോട്ടൊരു കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, കറക്റ്റ് ചെയ്യാതെ ഒരു ലൈൻ വരയ്ക്കാം. സോ ആ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതായിരിക്കും അതിന്റെ പൊസിഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 45 മീറ്റർ. ദാറ്റ് ഈസ്, അതായത് ഈ ഗ്രാഫിൽ നിന്നും 45 മീറ്റർ, ഓക്കെ 45 മീറ്റർ 45 മീറ്റർ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ഏതാണോ തന്നിട്ടുള്ള വാല്യൂ, ആ വാല്യൂവിൽ നിന്ന് ഗ്രാഫിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. സോ ആ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ ഏതാണോ നമുക്ക് കിട്ടേണ്ടത് ആ ഭാഗത്തേക്ക്, ഓക്കെ ആ മെഷർമെന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തേക്ക് ഒരു ലൈൻ വരയ്ക്കാം. സോ ആ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. സോ 45 എന്ത് ചെയ്യാം, ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. സോ ആ ലൈൻ ഇവിടെ ടച്ച് ചെയ്യുന്ന ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് കറക്റ്റ് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. സോ അതായിരിക്കും എന്ത് നമ്മുടെ ആൻസർ. അതായത് 45 മീറ്റർ ട്രാവൽ ചെയ്യാൻ ആ കാർ എടുക്കുന്ന ടൈം നമുക്ക് ആ പോയിന്റ് എവിടെയാണോ ലൈൻ വന്ന് ടച്ച് ചെയ്യുന്നത് ആ ടൈം ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. സോ എല്ലാവരും വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. സോ എല്ലാവരും ഗ്രാഫ് കറക്റ്റ് ആയിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. സോ എല്ലാവരും നോട്ട് ചെയ്യാം, ഇൻഫർമേഷൻ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. സോ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. So we can enter to the next topic, or next topic is velocity time graph. So നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് പൊസിഷൻ ടൈം ഗ്രാഫ് കംപ്ലീറ്റ് ആയി. സോ നമ്മൾ ഒന്നുകൂടി ലെവല് കൂടിയ ഒരു ഗ്രാഫിലേക്ക് പോവാണ്. ഓക്കെ. സോ നമ്മൾ അടുത്ത ഒരു ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ നമ്മുടെ ടോപ്പിക്ക് തന്നെയുണ്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സോ നമ്മുടെ ഇൻഫർമേഷൻ ലിങ്ക്സ് എന്താണ്, വെലോസിറ്റിയും ടൈമും. സോ ഈ നെയിമിൽ നിന്നും y ആക്സിസിൽ ഏത് ഇൻഫർമേഷൻ ആണ്, അഥവാ y ആക്സിസിൽ ഏത് മെഷർമെന്റ് ആണ്, x ആക്സിസിൽ ഏത് മെഷർമെന്റ് ആണെന്ന് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ആദ്യം എഴുതേണ്ടത് ഏതാണ്, y ആക്സിസിൽ ഏത് മെഷർമെന്റ് ആണോ എടുക്കുന്നത് ആ മെഷർമെന്റിന്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. സോ y ആക്സിസിൽ ഏതായിരിക്കും, വെലോസിറ്റി. ദെൻ x ആക്സിസിൽ ടൈം. ഓക്കെ. അപ്പൊ x ആക്സിസിൽ എപ്പോഴും എന്തായിരിക്കും, ടൈം ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലിയർ? സോ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ തന്നെ തുടങ്ങാം. ഓക്കെ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആക്സിസ് വരച്ചിടാം. നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, എക്സ് ഡാഷും വൈ ഡാഷും ചെറുതാക്കി വരച്ചാണ്. ഓക്കെ. കാരണം നമ്മൾ നെഗറ്റീവ് വാല്യൂസ് നമ്മൾ ഇല്ല. ഒറിജിൻ വൈ. ഓക്കെ. ഓക്കെ. സോ നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടൈം സെക്കൻഡ്, ദെൻ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ടൈം 0 വെലോസിറ്റി 10, ടൈം 2 വെലോസിറ്റി 10, ടൈം 4 സെക്കൻഡ് വെലോസിറ്റി 10, 6 10, 8 10, 10 10. സോ ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ. സോ ഇൻഫർമേഷനിൽ എന്താ വന്നിട്ടുള്ളത്, ടൈമും വെലോസിറ്റി. സോ നമ്മുടെ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 2 സെക്കൻഡ്സ് ആണ് അല്ലെ. 2 സെക്കൻഡ്സ് ആണ് നമ്മുടെ ടൈം ഇന്റർവെൽ. ഓക്കെ. അതായത് 2 സെക്കൻഡ്സ് ഇൻക്രീസ് ചെയ്തിട്ട് പോകുന്നത്. സോ നമ്മുടെ വെലോസിറ്റി ഇന്റർവെല്ലോ 0. അതായത് വെലോസിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതായത് വെലോസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അഥവാ വെലോസിറ്റി സെയിം ആണ്.
ടൈം എത്ര ഇൻക്രീസ് ചെയ്താലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി സെയിം ആണ്. സോ എങ്ങനെ ഇത് ഗ്രാഫ് വരയ്ക്കാം? സോ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ടൈം ഗ്രാഫിൽ അടയാളം ടൈം. സോ ടൈം എന്താണ്? 0, then 2, 4, 6, 8, 10. Okay, then velocity. Meter per second. Meter per second. So velocity represent ചെയ്യാം. ഞാൻ ഇവിടെ 5 meter per second ആണ് ഇന്റർവെൽ എടുക്കുന്നത്. So 5, 10, then 15, 20, 25, 30. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ടോ? ഇല്ല, കാരണം 10 മാത്രമേ ഉള്ളൂ. കാരണം വെലോസിറ്റി ഇൻക്രീസ് ആവുന്നില്ല, ഡിക്രീസ് ആവുന്നില്ല. ഓക്കെ, വെലോസിറ്റി എന്താണ്? സെയിം ആണ്. സോ 2 സെക്കൻഡിലെ വെലോസിറ്റി എന്താ? 10 അല്ലെ? സോ അവിടെ ഒരു പോയിന്റ് ഉണ്ടാക്കി കൊടുത്താം. ഓക്കെ, കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. സോ അവിടെ ഒരു പോയിന്റ് ഡോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ 4 സെക്കൻഡ് വെലോസിറ്റി 10 തന്നെയാണ്. 6 സെക്കൻഡിലെ വെലോസിറ്റി 10, 8 സെക്കൻഡിലെ വെലോസിറ്റി 10, 10 സെക്കൻഡിലെ വെലോസിറ്റി 10 തന്നെയാണ് അല്ലെ? സോ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ജോയിൻ ചെയ്യാം. സോ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? സോ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച്. സോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഗ്രാഫ് ആണിത്. ഓക്കെ, കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയാൻ കാരണം ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് can you find out the displacement of the body between second and 8th second? അതായത് 2 സെക്കൻഡിലും 10 സെക്കൻഡിലും ഇടയിലുള്ള ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. സോ എങ്ങനെ കണ്ടെത്തുക? നമുക്ക് ഇക്വേഷൻ ഉണ്ടോ? ഒരു ഇക്വേഷൻ യൂസ് ചെയ്താലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? വെലോസിറ്റി ഈക്വൽ ടു displacement by time. Okay, so ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലെ? സോ ഡിസ്പ്ലേസ്മെന്റ് ഈക്വാലിറ്റി അപ്പുറത്ത് കിട്ടുക. സോ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലെ? കാരണം ഈ ടൈം ഡിവൈഡഡ് ബൈ എന്നാണ്. ഈ ഡിവൈഡഡ് ബൈ ടൈം ഈക്വാലിറ്റി ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ബൈ ഇതാവും. സോ വെലോസിറ്റി ഇൻറ്റു ടൈം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ക്ലിയർ? സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ. സോ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. ബിക്കോസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ. കാരണം ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ പൊസിഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത് എന്താണ്? വെലോസിറ്റി ആണ്. പൊസിഷൻ കൊടുത്താലേ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. സോ ഇവിടെ എന്താണ്? വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി ടൈമും വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിലെ ഈ ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ആ ടൈം ഇന്റർവെല്ലിൽ നോക്കാം. ഏതാ? 2 സെക്കൻഡും 8 സെക്കൻഡും. സോ 2 സെക്കൻഡ് 8 സെക്കൻഡ് എന്ന ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാം. സോ ആ പോയിന്റ്സിന് കറസ്പോണ്ട് ആയിട്ടുള്ള വെലോസിറ്റി വാല്യൂ നമുക്ക് കിട്ടും. സോ 10 ആണ്. കാരണം ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെ? സോ 2 സെക്കൻഡ്സിലും 8 സെക്കൻഡിലും എന്താണ്? വെലോസിറ്റി സെയിം ആണ്. കാരണം വെലോസിറ്റി ഇവിടെ കോൺസ്റ്റന്റ് ആണ്. സോ ഇതാണ് എന്ത്? സോ ഈ ഏരിയ ആണ് എന്ത്? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. സോ ഈ 2 സെക്കൻഡിന്റെയും 8 സെക്കൻഡിന്റെയും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ നമ്മുടെ വെലോസിറ്റി അതായത് 2 സെക്കൻഡിൽ എത്ര വെലോസിറ്റി? 10. സോ ഇതാണ് നമ്മുടെ പോയിന്റ്. സോ ഈ പോയിന്റ് ഞാൻ എ ബി എന്ന് കൊടുത്തു. എ ബി. ക്ലിയർ? സോ എ ബി ആണ് നമ്മുടെ വെലോസിറ്റി. ഇനി ടൈമോ? അതിന് കറസ്പോണ്ട് ടൈം എന്താണ്? 2 to 8 അല്ലെ? 2 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ. സോ ഇവിടെ ഡി ഞാൻ ഇവിടെ സി എന്ന പോയിന്റ് കൊടുത്തു. ഓക്കെ, ക്ലിയർ? സോ ഇവിടെ ഒരു പോയിന്റ് കൂടി ഡി അല്ലെ? സോ ഞാൻ അവിടെ ഡി എന്ന് കൊടുത്തു. സോ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 2 to 8 ആണ്. സോ ഇന്റർവെൽ എത്രയാണ്? 2 to 8 വരെ എത്ര വരുന്നത്? 8 minus 2 6 സെക്കൻഡ്. ക്ലിയർ? സോ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ്. കാരണം അതിന്റെ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 6 സെക്കൻഡ് അല്ലേ? കാരണം 2 മുതൽ 8 വരെ. സോ 8 minus 2 6 സെക്കൻഡിന് കിട്ടി അല്ലെ? ടൈം ഇന്റർവെൽ. സോ 6 സെക്കൻഡിലെ
ഈ ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. സോ 6 സെക്കൻഡിൽ ആ ബോഡിക്ക് ഉണ്ടായ വെലോസിറ്റി എത്രയാ? 10 അല്ലെ? ഓക്കെ, സോ 10 into 6 സെക്കൻഡ് ദാറ്റ് ഈസ് 60. ഓക്കെ, 60 മീറ്റർ. കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. Clear? So 60 meter is the displacement of the body between 2 second and 8 second. 2 seconds മുതൽ 8 second വരെയുള്ള ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 60 മീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ വെലോസിറ്റി ഇൻടു ടൈം ചെയ്ത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കാം, കാരണം ഇവിടെ നമ്മൾ എടുത്ത എന്താണ്? 10 അല്ലെ? എ ബി എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലെ? വെലോസിറ്റി 10. 2 സെക്കൻഡ് കറസ്പോണ്ട് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 10 ആണ്. സോ സ്റ്റാർട്ടിംഗ് വെലോസിറ്റിയും അതുപോലെ തന്നെ എൻഡിംഗ് വെലോസിറ്റി എന്താണ്? സെയിം ആണ്. സോ കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ വെലോസിറ്റി 10. Then 2 to 8 ടൈം 6 സെക്കൻഡ് അല്ലെ? സോ AC. സോ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? AC എന്ന് പറഞ്ഞാൽ ടൈമിംഗ് അല്ലെ? സോ AC എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈം ആണ്. സോ 6 സെക്കൻഡ്. Then into 10 എന്ന് പറയുന്നത് AB ആണ് അല്ലെ? സോ AB into AC എന്താണ്? AB into AC എന്താണ്? ഈ റെക്ടാംഗിളിന്റെ, ഇതൊരു റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ? സോ ഈ റെക്ടാംഗിളിന്റെ ഏരിയ അല്ലേ? ബിക്കോസ് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഏരിയ കിട്ടും. സോ അതന്നെ നമ്മൾ ഇവിടെ ചെയ്തത്. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ്, അതായത് ഈ ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഗ്രാഫ് അല്ലെ? ഇതായിരുന്നു ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു നമ്മുടെ ഗ്രാഫ്. സോ ഈ ഗ്രാഫിന് അണ്ടറിലുള്ള ഏരിയ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. സോ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി കിട്ടി. ദ ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് displacement of a body within a definite interval of time is equal to the area of the portion under velocity time graph. ഒരു ഡെഫിനിറ്റ് ടൈം ഇന്റർവെലിന് ഇടയിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ടൈം ഇന്റർവെലിലുള്ള ആ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓക്കെ, സോ ടുഡേ വി ആർ വൈൻഡപ്പിംഗ് our class. On the next class we will start our next topic. So today we are completed 2 topics. First one is position time graph, second one is velocity time graph. Okay, so ഈ ഗ്രാഫുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടുത്ത ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അടുത്ത ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.